സംസ്ഥാനത്ത് അനധികൃതമായി 183 സ്കൂളുകൾ പ്രവർത്തിക്കുന്നതായി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. മാനദണ്ഡങ്ങൾ പാലിക്കാത്തവർക്ക് നോട്ടീസ് നൽകും. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ റാഗിംഗ് തടയാൻ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. 1-ാം ക്ലാസ്സിലേക്ക് പ്രവേശന പരീക്ഷ നടപ്പിലാക്കുന്നത് ബാലപീഡനമാണ്. ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് ഉടൻ നടപ്പിലാക്കുമെന്നും മന്ത്രി അറിയിച്ചു. വിവരങ്ങളുമായി അനഘ ഹർഷൻ ഒപ്പം ചേരുന്നു. അനഘ, 183 സ്കൂളുകൾ ഇപ്പോഴും അനധികൃതമായി പ്രവർത്തിക്കുന്നു സംസ്ഥാനത്ത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, 1-ാം ക്ലാസ്സിൽ ചേരുന്ന കുട്ടികൾക്ക് പ്രവേശന പരീക്ഷ നടത്തുന്നത് ബാലപീഡനമാണ് എന്ന്. നോക്കൂ, തലസ്ഥാനത്ത് പല പ്രധാനപ്പെട്ട പേരെടുത്ത സ്കൂളുകൾ ഇപ്പോഴും 1-ാം ക്ലാസ്സിലേക്ക് പ്രവേശന പരീക്ഷ നടത്തുന്നുണ്ട്. കർശന നടപടി ഉണ്ടാകും എന്നാണോ വിദ്യാഭ്യാസ മന്ത്രി പറയുന്നത്? കൃഷ്ണരാജ്, തീർച്ചയായും ഇത്തരത്തിൽ സംസ്ഥാനത്തെ വിവിധ സ്കൂളുകളിൽ 1-ാം ക്ലാസ്സിലേക്ക് പ്രവേശന പരീക്ഷ നടത്തുന്നുണ്ട്. മാത്രമല്ല, രക്ഷിതാക്കൾക്ക് കൂടിയുള്ള ഇത്തരത്തിൽ സ്കൂളിൽ പ്രവേശനം നേടാൻ രക്ഷിതാക്കൾക്ക് കൂടി പരീക്ഷ നടത്തുന്ന അല്ലെങ്കിൽ ആ രീതിയിലേക്കുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഈ കാര്യങ്ങളൊക്കെ സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. കൃത്യമായി തന്നെ ഇത്തരത്തിൽ 1-ാം ക്ലാസ്സിലേക്ക് അടക്കം പരീക്ഷകൾ നടത്തുന്ന സ്കൂളുകൾക്കെതിരെ കർശന നടപടി ഉണ്ടാകും. ഈ കാര്യം ബാലപീഡനമായാണ് കണക്കാക്കുക എന്നതടക്കമുള്ള കാര്യങ്ങളാണ് വിദ്യാഭ്യാസ മന്ത്രി ഇന്ന് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരിക്കുന്നത്. മറ്റൊന്ന്, ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് അത് അടുത്ത അധ്യയന വർഷത്തിന് മുൻപ് തന്നെ നടപ്പിലാക്കും എന്ന് കൂടി പറഞ്ഞിട്ടുണ്ട്. അതിന് ചില കാര്യങ്ങൾ കൂടി നടപ്പിലാക്കേണ്ടതുണ്ട്. അതൊക്കെ പരിഹരിച്ചുകൊണ്ട് എത്രയും വേഗം ഈ ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് നടപ്പിലാക്കാനുള്ള നീക്കമാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, സർക്കാരിന്റെ കണ്ടെത്തൽ തന്നെ സംസ്ഥാനത്ത് 183 സ്കൂളുകളാണ് യാതൊരു സർക്കാരിന്റെ അംഗീകാരം ഇല്ലാതെ പ്രവർത്തിക്കുന്നത് എന്ന് കൃത്യമായി കണ്ടെത്തിയിട്ടുണ്ട്. ഇത്തരത്തിൽ പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ട്. അവരുടെ ഇങ്ങനെയുള്ള പ്രവർത്തനം അത് അംഗീകരിക്കില്ല എന്നുകൂടി വിദ്യാഭ്യാസ മന്ത്രി പറയുന്നുണ്ട്. മറ്റൊന്ന്, ഈ സംസ്ഥാനത്തെ വിവിധ സ്കൂളുകളിൽ വിവിധ സ്ഥലങ്ങളിലൊക്കെ തന്നെ റാഗിംഗ് നടക്കുന്നുണ്ട്. ഈ റാഗിങ്ങിനെതിരെ കൃത്യമായ നടപടി സ്വീകരിക്കാനുള്ള നീക്കമുണ്ടാകും. സ്കൂൾ കേന്ദ്രീകരിച്ച് റാഗിംഗ് വിരുദ്ധ സ്ക്വാഡുകൾ രൂപീകരിക്കും. അതിനായി ഒരു കമ്മിറ്റിയെ നിയോഗിച്ചിട്ടുണ്ട്. ആ കമ്മിറ്റി ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ സ്വീകരിക്കുമെന്ന് കൂടിയാണ് വിദ്യാഭ്യാസ മന്ത്രി കൂടിയായ ശിവൻകുട്ടി പറഞ്ഞു വെച്ചിരിക്കുന്നത്. കണക്കുകൾ പുറത്തുവിടുകയാണ് വിദ്യാഭ്യാസ മന്ത്രി. 183 അനധികൃത സ്കൂളുകൾ, മാനദണ്ഡങ്ങൾ പാലിക്കാത്തവർക്ക് നോട്ടീസ്, റാഗിംഗ് തടയാൻ നടപടി, ഒപ്പം 1-ാം ക്ലാസ്സിൽ പ്രവേശന പരീക്ഷ നടത്തുന്നത് ബാലപീഡനമായി കണക്കിലാക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ആ പ്രതികരണം കേൾക്കാം. അനുവാദമില്ലാതെ പ്രവർത്തിക്കുന്ന 183 സ്കൂളുകളെ പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. അവർക്ക് സംസ്ഥാന ഗവൺമെന്റ് NOC നിർവാഹേണ്ടതാണ്. ഇപ്പം ഒരു ചെറിയ കട ആരംഭിക്കുമെങ്കിൽ പോലും ഗവൺമെന്റിന്റെയും ബന്ധപ്പെട്ട സ്ഥാപനങ്ങളുടെയും ലൈസൻസ് വാങ്ങേണ്ടതായിട്ടുണ്ട്. ഇതിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അവർ തന്നെ സ്വന്തമായി തീരുമാനിച്ച് സ്കൂൾ ആരംഭിക്കുക, അവരുടെ ഫീസ് ഘടന നിശ്ചയിക്കുക, അവർ തന്നെ പരീക്ഷ നടത്തുക, ടീച്ചർമാരായ യാതൊരു ക്വാളിഫിക്കേഷൻ ഇല്ലാത്ത ടീച്ചർമാരെ പോലും നിയമിക്കുക, അവർക്ക് ശമ്പളം യഥാർത്ഥത്തിൽ കൊടുക്കേണ്ട ശമ്പളം കൊടുക്കാതിരിക്കുക, ഈ കാര്യങ്ങളൊക്കെ തന്നെ നടന്നു വരികയാണ്. 1-ാം ക്ലാസ് പ്രവേശനത്തിന് പ്രവേശന പരീക്ഷ ഏതാനും സ്കൂളുകൾ നടത്തുകയാണ്. 1-ാം ക്ലാസ് കുട്ടികൾക്ക് 1-ാം ക്ലാസ് കുട്ടികളെ തന്നെ ഇന്റർവ്യൂ നടത്തുകയാണ്. രക്ഷകർത്താവിന്റെ ഇന്റർവ്യൂ നടത്തുകയാണ്. ഇത് ഒരു തരത്തിലുള്ള ബാലപീഡനമായിട്ട് മാത്രമേ കാണുന്നതിന് വേണ്ടി കഴിയൂ.